everyone. അപ്പോൾ എല്ലാവരും 10th കഴിഞ്ഞിട്ട് +1 കയറാൻ ഒരു എക്സൈറ്റ്മെന്റിൽ ഇരിക്കുകയാണല്ലേ. സോ വെൽക്കം ടു ലൈൻ 24. നമ്മൾ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ പഠിക്കാൻ പോകുന്നത് മാത്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയ സെറ്റ്സ് ആണ്. ഈ ചാപ്റ്ററിന്റെ നോട്ട്സ് ഞാൻ പ്രിപ്പയർ ചെയ്തേക്കുന്ന എക്സാം പോയിന്റ് എന്ന് പറയുന്ന ഗൈഡിൽ നിന്നാണ്. ആ ഗൈഡ് നിങ്ങൾ റെഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ തന്നെ സോൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എല്ലാം കിട്ടും. എല്ലാവരും ഭയങ്കര കൂളായിട്ടിരിക്കുകയാണ് അല്ലേ, ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോയാലോ. ചാപ്റ്ററിന്റെ പേര് പോലെ തന്നെ എന്താണ് നമുക്ക് സെറ്റ്സ് എന്ന് നോക്കാം. A set is a well defined collection of objects. അതായത് ഒബ്ജക്റ്റുകളുടെ ഒരു കൂട്ടത്തിനെ പറയുന്ന പേരാണ് എന്ത്, സെറ്റ് എന്ന് പറയുന്നത്. മാത്രമല്ല സെറ്റ് എന്ന് പറയുന്നത് എന്താണ്, വെൽ ഡിഫൈൻഡും കൂടെ ആണ്. സെക്കൻഡ് എന്താ നോക്കിയേ, സെറ്റ് ആർ യൂഷ്വലി ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത്. ക്യാപിറ്റൽ ലെറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്, എ വരാം, ബി വരാം, സി വരാം, എക്സ് വരാം, വൈ വരാം, ഏത് വേണമെങ്കിലും വരാം, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിരിക്കണം. The elements of a set are separated by or represented by small letters A, B, C, X, Y, etc. അതായത് നമ്മൾ പറഞ്ഞിരുന്നു സെറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒബ്ജക്റ്റുകളുടെ കളക്ഷൻ ആണ്. ഈ ഓരോ ഒബ്ജക്റ്റിനെ നമ്മൾ പറയുന്ന പേരാണ് എലമെന്റ്സ്. ഈ എലമെന്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റേഴ്സ് വെച്ചായ എ, ബി, സി, എക്സ്, വൈ. കാരണം ക്യാപിറ്റൽ ലെറ്റേഴ്സിന് ആർക്ക് പോയി, സെറ്റിന് പോയി. അപ്പൊ സെറ്റിലുള്ള എലമെന്റ്സിനെ, അതായത് ആ സെറ്റിലുള്ള ഓരോ ഒബ്ജക്റ്റിനെയും നമ്മൾ അപ്പോൾ എന്ത് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാൻ പറ്റും, നമുക്ക് സ്മോൾ ലെറ്റേഴ്സ് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആയി പോയില്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ട് നോക്കിയാലോ. ദ കളക്ഷൻ ഓഫ് ഓഡ് നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സിന്റെ കളക്ഷൻ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഓഡ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ. നമുക്കറിയാം 1, 3, 5, 7 എക്സെട്ര അപ് ടു എന്താണ്, ഇൻഫിനിറ്റി വരെ വരും. നമ്മൾ ഇവരെ സെറ്റിൽ എഴുതുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബ്രാക്കറ്റ് കൊടുക്കുക, എന്നിട്ട് ഈ ഓരോ ഒബ്ജക്റ്റിനെയും അല്ലെങ്കിൽ ഓരോ എലമെന്റ്സിനെയും കോമ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, കളക്ഷൻ ഓഫ് ഓഡ് നമ്പേഴ്സ് കിട്ടി. നമ്മൾ പറഞ്ഞിരുന്നു സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ടാണ്. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു, കളക്ഷൻ ഓഫ് ഓഡ് നമ്പേഴ്സ്. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം, O എന്ന് കൊടുക്കാം. O ഈസ് ഈക്വൽ ടു സെറ്റ് 1, 3, 5, 7 എക്സെട്ര. അത് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ O കൊടുത്തന്നേ ഉള്ളൂ, ഓഡ് നമ്പേഴ്സ് ആയതുകൊണ്ട്. ഇനി നമുക്ക് അടുത്ത നോക്കാം, വൗവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇംഗ്ലീഷ് ആൽഫബറ്റിലുള്ള വൗവൽസ്. അപ്പോൾ വൗവൽസ് ഏതൊക്കെയാണ് വരുന്നത്, എ, ഇ, ഐ, ഒ, യു ആണ് വൗവൽസ് വരുന്നത്. അപ്പോൾ ഇവരെ സെറ്റിലാക്കുന്നത് എങ്ങനെയാണ്, 2 ബ്രാക്കറ്റ് കൊടുക്കുക, അത് കഴിഞ്ഞ് എന്ത് കൊടുക്കുക, ഈ ഓരോ എലമെന്റ്സിനെയും കോമ വെച്ചിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് മാറ്റുക. അപ്പം വൗവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. അപ്പം നമ്മൾ എന്താ സെറ്റപ്പ് എന്ത് വരും, ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കാം. വി ഇസ് ഈക്വൽ ടു, വൗവൽസ് അല്ല ചോദിച്ചിരിക്കുന്നത്, അപ്പോൾ വി ഏത് വേണമെങ്കിലും കൊടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കൊടുക്കാം. ഇപ്പം ഞാൻ ഈ സ്റ്റേറ്റ്മെന്റുമായിട്ട് റിലേഷൻ എന്താണോ വന്നേക്കുന്നത് അതാണ് കൊടുത്തേക്കുന്നത്, വി എന്ന്. ഓക്കെ, അപ്പം ഈ ഒരു സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ എത്ര എലമെന്റ്സ് ഉണ്ട്, 1, 2, 3, 4, 5 എലമെന്റ്സ് ഉണ്ട്. എന്ത്, വൗവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ് എന്ന് പറയുന്ന സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ട്, 5 എലമെന്റ്സ് ഉണ്ട്. ഇനി ലാസ്റ്റ് നോക്കിക്കേ, കളക്ഷൻ ഓഫ് മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽ ഇൻ ദി വേൾഡ്. അതായത് ഈ ലോകത്തുള്ള ഏറ്റവും അപകടകാരികളായിട്ടുള്ള ആനിമൽസിന്റെ കളക്ഷൻ. അതിന്റെ സെറ്റ് ഏതൊക്കെ വരും, അതിന്റെ സെറ്റ് നമുക്ക് എഴുതാൻ പറ്റുമോ, ഇല്ല. കാരണം എന്താണ്, അത് വെൽ ഡിഫൈൻഡ് അല്ല. കാരണം ഇവർ വെൽ ഡിഫൈൻഡ് അല്ല നമ്മൾ പറഞ്ഞു. ആ വെൽ ഡിഫൈൻഡ് അല്ലാത്തതിന്റെ കാരണം എന്താണ്, ഇപ്പൊ എനിക്ക് പാമ്പിനെ പേടിയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്താണ് പാമ്പിനെ പേടിയുള്ളവർ കാണും, ഇല്ലാത്തവർ കാണും. അപ്പൊ എനിക്ക് ആ സെറ്റ് എഴുതാൻ പറ്റുമോ അത് മോസ്റ്റ് ഡേഞ്ചറസ് ആണെന്ന്, ഇല്ല. കാരണം അത് എനിക്ക് മാത്രം പേടിയുള്ള കാര്യമാണ്. അപ്പൊ എന്താണ്, വെൽ ഡിഫൈൻഡ് അല്ല. അതോടെ ശ്രദ്ധിച്ചോണം, കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ് മാത്രമല്ല വെൽ ഡിഫൈൻഡ് കൂടി ആയിരിക്കണം ആ സെറ്റ്. മനസ്സിലായോ? ഇനി നമുക്ക് അടുത്ത് നോക്കിക്കേ, നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ W എന്തിനെ കാണിക്കുന്നു, ദ സെറ്റ് ഓഫ് ഹോൾ നമ്പേഴ്സ്. ഹോൾ നമ്പേഴ്സിന്റെ സെറ്റിനെ നമ്മൾ എന്ത് പറയുന്നു, W എന്ന് പറയുന്നു. ഹോൾ നമ്പേഴ്സിന്റെ സെറ്റ് എന്ന് പറയുമ്പോൾ എന്ത് വരും, ഹോൾ നമ്പേഴ്സ് എന്താണ്, 0, 1, 2, 3 എക്സെട്ര. ഓക്കെ, അപ്പോൾ അവരുടെ സെറ്റിൽ എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതും, ബ്രാക്കറ്റ് ഇടുക, ഓരോ എലമെന്റ്സിനെയും സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ക്യാപിറ്റൽ എൻ, ക്യാപിറ്റൽ എൻ എന്ന് പറയുന്ന ആരുടെ സെറ്റാണ്, സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റാണ് എന്ത്, ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇസഡ് ആരാണ്, സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ്. എല്ലാ ഇൻഡിജേഴ്സിന്റെയും സെറ്റിനെ പറയുന്ന പേരാണ് എന്ത്, ക്യാപിറ്റൽ ഇസഡ്. അല്ലെങ്കിൽ അതിനെ നമ്മൾ എന്താണ്
കാണിക്കുന്നത് ക്യാപിറ്റൽ ഇസഡ് വെച്ചിട്ടാണ്. അപ്പൊ സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് എന്ത് വരും? -3, -3, -2, -1, 0, 1, 2, 3 എക്സെട്ര അപ് ടു എന്ത് വരും? ഇൻഡിജേഴ്സ് വരും. ഇൻഡിജേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? 0 വരും, പോസിറ്റീവ് വാല്യൂസും വരും, നെഗറ്റീവ് വാല്യൂസും വരും. ഓക്കെ, ഇനി നോക്കിക്കേ, ക്യൂ എന്താണ്? സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സിന്റെ സെറ്റിനെ പറയുന്നത് എന്താണ്? ക്യൂ. സെറ്റിനെ പറയുന്നതല്ല, സെറ്റിനെ കാണിക്കുന്ന ഒരു സിമ്പിൾ ആണ് എന്ത്? ക്യൂ എന്ന് പറയുന്നത്. റാഷണൽ നമ്പേഴ്സ് എന്താണ്? P/Q ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന നമ്പേഴ്സ് ആണ് റാഷണൽ നമ്പേഴ്സ്. ആൻഡ് ക്യൂ എന്ന് പറയുന്നത് എന്താണ്? നോട്ട് ഈക്വൽ ടു 0 ആണ്. നെക്സ്റ്റ്, ദ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സിന്റെ സെറ്റ് ആണ് എന്ത്? R വരുന്നത്. റിയൽ നമ്പേഴ്സിന്റെ സെറ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? ഇതെല്ലാം വരും അല്ലെ? റിയൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 1, 2, 3 ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, പിന്നെന്താണ്? 0 ഉണ്ട്, എല്ലാം വരും. ഓക്കെ, അതാണ് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. ഡെസിമൽസ് വരും, ഇറാഷണൽ നമ്പേഴ്സ് വരും. അതാണ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആരാണ്? ക്യാപിറ്റൽ R വെച്ചിട്ടാണ്. ഇനി എന്താണ്? ഇസഡ് പ്ലസ്. ഇസഡ് എന്താണ്? ഇൻഡിജേഴ്സ്. അപ്പൊ ഇസഡ് പ്ലസ് എന്താ നോക്കിയേ? ദ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻഡിജേഴ്സ്. ആ പോസിറ്റീവിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു പ്ലസ് ഇട്ടേക്കുന്നേ. സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻഡിജേഴ്സിനെ കാണിക്കുന്നതാണ് എന്ത്? ഇസഡ് പ്ലസ്. ഇനി അടുത്ത ആരാണ്? ക്യൂ പ്ലസ്. ക്യൂ എന്തായിരുന്നു? റാഷണൽ നമ്പേഴ്സ്. അപ്പൊ ക്യൂ പ്ലസ് എന്തായിരിക്കും? പറഞ്ഞേ. ദ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ്. നെക്സ്റ്റ് ആർ പ്ലസ്. ആർ എന്താണ്? റിയൽ നമ്പേഴ്സ്. അപ്പൊ ആർ പ്ലസ് എന്ന് പറയുന്നതാണ് ദ സെറ്റ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. ഇനി ടി. ഓക്കെ, ടി അപ്പൊ എന്ത് വരും? ഇറാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സ് ക്യൂ, ഇറാഷണൽ നമ്പേഴ്സ് എന്താണ്? ടി. ദ സെറ്റ് ഓഫ് ഓൾ ഇറാഷണൽ നമ്പേഴ്സിനെ കാണിക്കുന്ന സിമ്പിൾ ആണ് എന്ത് പറയുന്നത്? ടി എന്ന് പറയുന്നത്. ഓക്കെ.